പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. വിജയത്തിന്റെ 3 ആണ്ടുകൾ പിന്നിട്ട് നഗരസഭയുടെ അഭിമാന പദ്ധതിയായി മാറിയിരിക്കുകയാണ് പട്ടികജാതി വനിതാ സംരംഭമായ കൈമാറ്റക്കട. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതോടൊപ്പം അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൈമാറ്റക്കടയിൽ ഡ്രൈ ക്ലീനിംഗ് സംവിധാനവും ടൈലറിംഗും കൂടി ഒരുക്കി സംരംഭം വിപുലപ്പെടുത്താനൊരുങ്ങുകയാണ് നഗരസഭ. 2023 ഏപ്രിൽ മാസത്തിലാണ് പട്ടികജാതി വനിതാ വിഭാഗത്തിനായി നൂതന സംരംഭമായ കൈമാറ്റക്കട ആരംഭിച്ചത്. സംരംഭത്തിന് 2 നില കെട്ടിടവും ആവശ്യമായ മിഷനറികളും നഗരസഭ നൽകി. തുടക്കത്തിൽ 4 പേരായിരുന്നു സംരംഭത്തിന് മുന്നിലുണ്ടായിരുന്നത്. തുടർന്ന് സംരംഭത്തിന്റെ പ്രവർത്തനങ്ങളും വിജയവും കണ്ട് ഇഷ്ടപ്പെട്ട് കൂടുതൽ പേർ സംരംഭത്തിന്റെ ഭാഗമായി. കണ്ണൂരിൽ നിന്ന് വന്ന വിദഗ്ധരുടെ 1 ദിവസത്തെ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ചവിട്ടി നിർമ്മാണം ആരംഭിച്ചത്. 2024 അതിതീവ്ര മഴ സംരംഭത്തെ തകർത്തപ്പോഴും താങ്ങും കരുത്തും നൽകി പുനരുജ്ജീവിപ്പിച്ചത് നഗരസഭയാണ്. വെള്ളം കയറി നശിച്ച മിഷനറികളെ പ്രവർത്തന സജ്ജമാക്കി കൈമാറ്റക്കടയെ വീണ്ടെടുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന തുണികൾ ഉപയോഗിച്ച് ചവിട്ടി, തുണിസഞ്ചി എന്നിവ തയ്യാറാക്കുന്നു. കൂടാതെ ഹരിതകർമ്മസേനയിൽ നിന്നും ലഭിക്കുന്ന നല്ല വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി കൈമാറ്റക്കടയിൽ സൂക്ഷിക്കും. അത് ആവശ്യക്കാർക്ക് സൗജന്യമായി ഉപയോഗിക്കാനുള്ള സജ്ജീകരണവും കൈമാറ്റക്കടയിലുണ്ട്. പാഴ്ത്തുണികളിൽ നിന്ന് ഒരു ദിവസം 15 ചവിട്ടി വരെ ഇവിടെ നിർമ്മിക്കും. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മാലിന്യ സംസ്കരണ രീതി പഠിക്കാൻ തൃശൂർ ജില്ലയിൽ എത്തുന്നവരെല്ലാം ഈ കൈമാറ്റക്കട സന്ദർശിക്കാതെ പോകാറില്ല. ഇത് തങ്ങളുടെ ജില്ലയിലും മാതൃകയാക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പലരുടെയും മടക്കം. നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചു. പകരം തുണിസഞ്ചിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൈമാറ്റക്കടയിലും തുണിസഞ്ചി നിർമ്മാണം തകൃതിയായി നടക്കുന്നുണ്ട്. ഒരു ദിവസം 50ഓളം തുണിസഞ്ചി ഇവർ തയ്യാറാക്കും. കൃഷിഭവനിലേക്കും കുടുംബശ്രീയുടെ വിവിധ പരിപാടികളിലേക്കുമുള്ള തുണിസഞ്ചികൾ നൽകുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ കടകളിൽ ഇപ്പോൾ തുണിസഞ്ചിയുടെ ഉപയോഗം കുറഞ്ഞുവെന്നാണ് സംരംഭ നടത്തിപ്പുകാരുടെ അഭിപ്രായം. ആഴ്ചയിൽ 200 തുണിസഞ്ചികൾ കൊണ്ടുപോയിരുന്ന പല കടകളും ഇപ്പോൾ വാങ്ങുന്നത് 50 എണ്ണമായി ചുരുങ്ങി. ജിഷ, ഉഷ, സരിത, പ്രിയ, ടീന, കാർത്യായനി, ജിബിത എന്നിവരാണ് കൈമാറ്റക്കടയുടെ കരുത്ത്. നഗരസഭാ കൗൺസിൽ നൽകുന്ന പ്രോത്സാഹനമാണ് കൈമാറ്റക്കടയുടെ വിജയത്തിന് കാരണമെന്ന് ഇവർ പറഞ്ഞു. നഗരസഭയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന സംരംഭമാണിത്. ഇപ്പോൾ ഞങ്ങൾ 3-ാം വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. തുടക്കത്തിനേക്കാളും നല്ല വിധം മെച്ചമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇത് കുടുംബശ്രീയിലെ SC വനിതകളുടെ ഒരു സംരംഭമാണ്. പിന്നെ ചപ്പി അടിച്ച് കൊടുക്കലും തുണിസഞ്ചി അടിക്കലാണ് ഞങ്ങൾ ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയാണ്. കീഴിലേക്ക് ട്രെയിനിങ്ങിന് വരുന്ന പല ജില്ലകളിൽ നിന്നും, നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ നിന്നുള്ള എല്ലാ പ്രവർത്തകരും ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഈ സംരംഭം നന്നായി ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചവിട്ടികൾ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നത് ഇത് നല്ലൊരു സംരംഭമാണ്. ഇത് അവരുടെ ജില്ലകളിലും അവരുടെ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഈ സംരംഭം തുടങ്ങണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഈടും ഉറപ്പും നമ്മൾ തയ്ക്കണ ചവിട്ടിന്ന് കിട്ടുന്നുണ്ട് എല്ലാവരും. ഇതുവരെ ഒരു പൊട്ടഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. നല്ല ചവിട്ടിയാണ്, നല്ല സംരംഭമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സംരംഭം കൊണ്ട് കഴിഞ്ഞു. പലരും ഈ സംരംഭത്തെ മാതൃകയാക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്, ജിഷ കൂട്ടിച്ചേർത്തു. നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. സംരംഭത്തിൻ്റെ ഇത് കണ്ടിട്ട് കുട്ടിക്ക് വീണ്ടും പുതിയതായിട്ട് 3 പേരും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അവരിവിടെ വന്നപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് നല്ലൊരു സംരംഭമായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഉള്ളതിനേക്കാളും ഒന്നും കൂടി നന്നായി കൊണ്ടുപോകാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
സംരംഭകരാകാൻ കഴിഞ്ഞതിനൊപ്പം തുണിസഞ്ചി തയ്യാറാക്കുന്നതിലൂടെ പ്രകൃതിക്ക് ദൂഷ്യമായ പ്ലാസ്റ്റിക് കവറിനെ ഇല്ലാതാക്കുന്നതിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യവും ഇവർക്കുണ്ട്. ജീവിതം 4 ചുമരുകൾക്കിടയിൽ തീർക്കാതെ മാതൃകാ സംരംഭത്തിലൂടെ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകാൻ, ജീവിതത്തിൽ ആത്മവിശ്വാസം പകരാനും ഈ പെൺകരുത്തിനായി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.